നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. എന്തായാലും നമ്മുടെ നമസ്കാരം പ്രശാന്ത്ജി. നമ്മുടെ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന ഗവർണർമാർ, പിന്നെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഇവരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിമാർക്ക് ചില വേർതിരിവുകളുണ്ട്. പക്ഷെ ഇവരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ നിർബന്ധമായും രാഷ്ട്രപതി അടക്കം ചടങ്ങുകളിൽ വന്ദേ മാതരത്തിന്റെ 6 ഖണ്ഡികയും തുടക്കത്തിൽ ആലപിച്ചിരിക്കണം. അത് വെറും സംഗീതം മാത്രമാകരുത്, അത് വരികൾ പാടി തന്നെ ആലപിക്കണമെന്ന വ്യക്തമായ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതാണ് നമ്മുടെ കേരളത്തിന്റെ ലോക്ഭവനിലായാലും ഏത് ലോക്ഭവന്റെ ചടങ്ങുകളായാലും വ്യക്തമായി ഇപ്പൊ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അതിലൊരു വിരോധാഭാസമെന്നോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് കേരള നിയമസഭയിൽ ഗവർണർ എത്തിയപ്പോൾ അവിടെയും വന്ദേ ഭാരതം ആലപിച്ചു. പക്ഷേ അതൊരു 6 വരി, അതും വെറൊരു മ്യൂസിക് മാത്രമാണ്. ഒടുവിൽ ഗവർണർ സ്പീക്കർ തിരുവഞ്ചൂരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്ത് കർശന നിർദ്ദേശം കൊടുത്തു. മേലാൽ ഇത്തരം പരിപാടികൾ ആവർത്തിക്കരുത്. പറഞ്ഞിരിക്കുന്ന കാര്യം ലോക്ഭവനിൽ നിന്നും എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് ആ നടപടിക്രമങ്ങൾ വ്യക്തമായി പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നോക്കൂ, നമ്മുടെ കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റപ്പോൾ, കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്, രാഹുൽ ഗാന്ധി അടക്കം എഴുന്നേറ്റ് നിന്ന് DK ശിവകുമാർ ഉരുവിടുകയും ചെയ്തു. വന്ദേ മാതരത്തിന്റെ 6 ഖണ്ഡികയും വളരെ വ്യക്തമായി അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉയർന്നു കേട്ടു. അല്ലേ പ്രശ്നത്തെ? ശരിക്കും ഇപ്പോഴത്തെ കേരളത്തിൽ വീണ്ടും വന്ദേ മാതരം ഗാനത്തെ എതിർക്കാനും അതിനെതിരെ ചില ഒരു അടിസ്ഥാനരഹിതമായ ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനെ തമസ്കരിക്കാനും ഒക്കെ വീണ്ടും ചില ശ്രമങ്ങൾ നടക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, UDF സർക്കാരാണ്, പ്രധാന ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാകും സതീശൻ സർക്കാർ മുന്നോട്ട് പോവുക. പക്ഷേ ഭാരതത്തിന്റെ ഐക്യം, അഖണ്ഡത, വന്ദേ ഭാരതം, ജനഗണമന, അല്ലേ, ദേശീയ ഗാനം, ദേശീയ ഗീതം, ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാം ഒരു ഭാരതം എന്ന ഒരു വലിയ സംഹിതയുടെ പല തൂണുകളാണ്. ഇതിലൊരു തൂണില്ലാതായാൽ അത് നിന്നാടുമെന്ന് ഉറപ്പാണ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്ന കേരളത്തിൽ? ചില സംഭവ വികാസങ്ങൾ, വന്ദേ മാതരം എന്ന ഗാനത്തെ തമസ്കരിച്ചുകൊണ്ട് വലിയ 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 ക്യാമ്പയിനുകൾ അത് ഇടതുകാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അവർക്ക് ഇപ്പോൾ ED ആക്രമണമൊക്കെ ബന്ധപ്പെട്ട് അണികൾ അധികം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അവർ തൽക്കാലം ചിത്രത്തിൽ നിന്നും രംഗത്തു നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പോൾ മറ്റു ചിലർ രംഗപ്രവേശം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ചില വന്ദേ മാതരത്തെ അടക്കം, ദേശീയ ഗാനത്തെ അടക്കം അവഹേളിക്കുവാൻ കരുതിക്കൂട്ടുള്ള ചില നീക്കങ്ങൾ, അതിന് ചില അധ്യാപക സംഘങ്ങളെ പിന്തുണയുണ്ട്, ചില ഗായക സംഘങ്ങളുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉയരുന്ന കേൾക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ? അതായത് വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ കോഴിക്കോട് ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് കോഴിക്കോട് കോർപ്പറേഷനും തിരുവനന്തപുരത്തുള്ള പാട്ടിന്റെ കൂട്ടുകാർ എന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് സംയുക്തമായി ഒരു പരിപാടി നടത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ദേശഭക്തി ഗാനാലാപനമാണ്. അപ്പൊ ദേശഭക്തി ഗാനാലാപനവും ഒപ്പം ജനഗണമനയും, അതായത് ദേശഭക്തി ഗാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം പാടുന്നു ദേശത്തിനായി, ഇതാണ് പരിപാടിയുടെ പേര്. അതിൽ ആലപിക്കുന്നത് 2 ഗാനങ്ങളാണ്. ഒന്ന് സാരേ ജഹാൻ സെ അച്ഛ, അതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജനഗണമന, ദേശീയ ഗാനവും. ഇവിടെ ഈ വന്ദേ മാതരത്തെ ഇവർ ഒഴിവാക്കിയിരിക്കുകയാണ് മനഃപൂർവ്വം. അതായത് വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതിന് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം ഈ വന്ദേ മാതരം പൂർണ്ണമായിട്ടും ആലപിക്കാനായിട്ട് ഇത് 10,000 പേര് പങ്കെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ, ചെറിയ ഒരു സംഖ്യയല്ല. 10,000 പേര് ഒരുമിച്ച് വന്ന് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ദേശഭക്തി ഗാനം ആലപിക്കുകയാണ്. ഇങ്ങനെ അതിൽ ഈ 10,000 പേരെയും പരിശീലിപ്പിക്കാൻ, വന്ദേ മാതരം പാടാൻ, ആ പാടുന്നതിന് വേണ്ടിയിട്ട് പരിശീലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് സംഘാടകർ പറയുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെയും അതുപോലെ ഈ പാട്ടിന്റെ കൂട്ടുകാർ എന്ന് പറയുന്ന കൂട്ടായ്മയും നൽകുന്ന ഔദ്യോഗിക വിശദീകരണം ഇതാണ്. എന്നാൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ പരിപാടി നടത്താതിരിക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ വേറെ അവർക്ക് എന്തെങ്കിലും വിപ്ലവ ഗാനങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗാനങ്ങൾ അതൊക്കെ പാടി അവർക്ക് മറ്റു ഗാനം പാടി അവർക്ക് ചടങ്ങ് അവസാനിപ്പിക്കാമല്ലോ. എന്തായാലും അവരെ തേടി നമ്മുടെ അവാർഡുകളൊക്കെ വരുമായിരിക്കും, നമ്മുടെ ഗിന്നസ് റെക്കോർഡൊക്കെ വരുമായിരിക്കും. പണ്ട് നമ്മുടെ തിരുവാതിര
തിരുവനന്തപുരത്ത് പാറശാലയിൽ ഒരു കൂട്ട തിരുവാതിര ഇറങ്ങിയതുപോലെ അല്ലേ? ഉവ്വ്. അവർക്ക് ആ അതായത് ഭരണം അവസാനിപ്പിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും ഒരു ദേശഭക്തി ഗാനാലാപനം അല്ല. ഇതിന്റെ പുറകെ വലിയ അജണ്ടകളുണ്ട്. കാരണം ആരൊക്കെയാണ് ഇതുമായിട്ട് സഹകരിക്കുന്നത് എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഈ നമുക്കറിയാം കോഴിക്കോട് കോർപ്പറേഷനിലെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു കോർപ്പറേഷനാണ്. ജില്ലയിലും അങ്ങനെ തന്നെയാണ്. അപ്പോ ഇടതുപക്ഷത്തിന്റെ ഒരു കൈകടത്തൽ ഇതിനകത്തുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഈ പാട്ടിന്റെ കൂട്ടുകാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അവരും നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ല. കേരളം പാടുന്നു ദേശത്തിനായി, അതിനകത്ത് തന്നെ അതായത് കേരളവും പാടുന്നു ദേശത്തിനായി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് കേരളം ദേശത്തിനെ പാടാൻ ദേശത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ദേശത്ത് നമ്മുടെ ഭാരതം എന്ന ദേശത്തിന് എന്തെങ്കിലും പ്രത്യേക സംഭവവികാസങ്ങൾ? അതിനകത്തൊരു ദുഷ്ടലാക്കുണ്ട്. കാരണം കേരളമാണ് ദേശത്തിനായി പാടുന്നത്, വേറെ ആരും പാടുന്നില്ല എന്നൊരു അർത്ഥം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളം പാടുന്നു ദേശത്തിനായി എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ദേശവിരുദ്ധരാണോ എന്നൊരു ചോദ്യം അവിടെ ഉയർത്താം. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഒരു സംശയം ഉണ്ടാകാം. ഇവിടെ കേരളവും പാടുന്നു ദേശത്തിനായി എന്ന് വരുമ്പോൾ നമ്മൾ ദേശത്തിനായിട്ട് മറ്റുള്ളവരെല്ലാം ചെയ്യുന്ന അതേ കാര്യം നമ്മളും ചെയ്യുന്നു എന്ന ഒരർത്ഥം അതിന് കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥമേ അതിനുള്ളൂ. ഇവിടെ കേരളം പാടുന്നു ദേശത്തിനായി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് വെറും ഒരു സംശയമായിട്ട് നമുക്ക് തള്ളിക്കളയാം. പക്ഷേ ഈ കോർപ്പറേഷന്റെ ഇതിന്റെ സംഘാടക സമിതി രക്ഷാധികാരികൾ MK രാഘവൻ MP, MLA മാരായ PA മുഹമ്മദ് റിയാസ്, K ജയന്ത്, VK ഫൈസൽ ബാബു, വിദ്യാ ബാലകൃഷ്ണൻ, പിന്നെ അതുപോലെ മേയർ O സദാശിവൻ, അദ്ദേഹമാണ് ചെയർമാൻ. ഈ പാട്ടിന്റെ കൂട്ടുകാർ ചെയർമാൻ, അതിന്റെ TPM ഹാഷിർ അലി, അദ്ദേഹം ജനറൽ കൺവീനർ കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ കോർഡിനേറ്റർ നയാസ് ഇല്യാസ്, ഇവരൊക്കെയാണ്. അപ്പൊ ഇത് വളരെ നന്നായി. ആ രണ്ട് പരിശീലകരെ പേര് കേട്ടപ്പോഴേ മനസ്സിലായി. നന്നായി, വളരെ നന്നായി, ലക്ഷ്യം മനസ്സിലായി. അങ്ങനെ പറയാൻ വരട്ടെ. നമുക്ക് അതിനകത്ത് മറ്റൊരു സങ്കീർണത കൂടിയുണ്ട്. ഞാൻ കേവലം പേരുകൾ മാത്രം വെച്ച് ഈ വിഷയത്തെ കാണുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അങ്ങനെ ആൾക്കാരെ പേരുകൾ കൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെടുന്നവർ എന്നൊക്കെ പറഞ്ഞ് വർഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. പകരം ഞാൻ കുറെ കൂടി യുക്തിസഹമായിട്ട് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇതിനകത്ത് മറ്റൊരു ദുരൂഹതയുണ്ട് രാജേഷ് ജി. അത് മറ്റൊന്നുമല്ല, MEC7 എന്ന് പറയുന്ന ഒരു സംഘടന, ഇതിന്റെ സംഘടനയുടെ സഹകരണം ഈ സംഘാടകർ തേടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയതും, അത് തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചതും. അതെ, ഈ MEC7 കുറിച്ച് നമ്മൾ വളരെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. MEC7 എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുള്ള സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് പുതിയ രൂപത്തിൽ അവതരിച്ചതാണ് MEC7 എന്നൊക്കെ പറഞ്ഞത് നമ്മളാരുമല്ല, CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്ററാണ്. ഈ P മോഹനൻ മാസ്റ്ററാണ് പരസ്യമായി പത്രസമ്മേളനം നടത്തി MEC7-നെതിരെ രംഗത്ത് വന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മോഹനൻ മാസ്റ്റർ തന്റെ പ്രസ്താവന വിഴുങ്ങുകയും പറഞ്ഞത് പിൻവലിക്കുകയും ചെയ്തു. അതായത് MEC7 പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ രൂപമാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ അതിന്റെ പ്രവർത്തനം സമൂഹത്തിൽ താഴെ തട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ആവിഷ്കരിക്കപ്പെട്ട ഒരു പുതിയ രൂപമാണ് MEC7. അതായത് യോഗ തുടങ്ങിയ കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്ന, യോഗാഭ്യാസം അടക്കമുള്ള ചില വ്യായാമ മുറകൾ പരിശീലിപ്പിക്കുന്ന, ധ്യാനം ഉൾപ്പെടെ പരിശീലിപ്പിക്കുന്ന, മനസ്സിനെയും ശ്വാസത്തെയും ഒക്കെ നിയന്ത്രിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പാക്കുന്നത് ഈ MEC7 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 7 വ്യായാമ മുറകളുണ്ട് എന്നാണ് പറയുന്നത്. ആ അർത്ഥത്തിലാണ് MEC7 എന്ന പേര് പോലും അതിന് കൊടുത്തത്. ഇത് സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ P സലാഹുദ്ദീൻ, ഇദ്ദേഹം ഒരു എക്സ് സർവീസ് ആണ്, വിമുക്ത ഭടനാണ്. അദ്ദേഹം ആവിഷ്കരിച്ചതാണ്. ആ പദ്ധതിയെ ഏറ്റെടുത്തുകൊണ്ട് മറ്റു ചിലർ രംഗത്ത് വന്നു എന്നൊക്കെയാണ് അന്ന് മോഹനൻ മാസ്റ്റർ ആരോപിച്ചത്. നോക്കൂ, ഒരു വശത്ത് CPM ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോപിക്കുകയും
എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ആരോപണങ്ങളെ വിഴുങ്ങി അവരുമായിട്ട് തോളിൽ കൈയിടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖം എന്ന് കരുതപ്പെടുന്ന SDPI-യുമായിട്ട് CPM സഖ്യമുണ്ടാക്കി. നമുക്കറിയാം, നേമത്ത് ഉൾപ്പെടെ CPIM-ന് വോട്ട് ചെയ്തത് SDPI വോട്ട് ചെയ്തത് CPIM-നാണ്. എന്നാൽ ഇതേ SDPI മഞ്ചേശ്വരത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. ആ സ്ഥാനാർത്ഥിയെ അവർക്ക് ശക്തമായ സമ്മർദ്ദം പാണക്കാട് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു. മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളും ഒക്കെ വളരെ ശക്തമായി ഈ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന് അവരോട് ആവശ്യപ്പെടുകയും അങ്ങനെ ഒടുവിൽ അവർ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ചെയ്തു. ഈ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ SDPI-യുടെ പിന്തുണ CPIM-നായിരുന്നു. ഇത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇങ്ങനെ രണ്ട് വള്ളത്തിൽ കാലൂന്നി മുന്നോട്ട് പോകുന്ന SDPI അല്ലെങ്കിൽ അവരുടെ പൂർവ്വരൂപമായ PFI-യുടെ ഒരു പുതിയ രൂപമാണ് മെക്സവൻ എന്നാരോപിച്ചത് CPIM. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ഈ പരിപാടിയുടെ പശ്ചാത്തലം വളരെ ദുരൂഹമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് സത്യത്തിൽ നോക്കൂ, മുമ്പും നമുക്ക് സ്വാതന്ത്ര്യ ദിനങ്ങൾ നിരവധി കടന്നുപോയി. അന്നൊക്കെ ദേശഭക്തി ഗാനങ്ങൾ പലരും ആലപിക്കാറുണ്ട്, പല സംഘടനകളും പല കൂട്ടായ്മകളും ആലപിക്കാറുണ്ട്. അന്നൊന്നും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ വന്ദേമാതരം ദേശീയ ഗീതമാണെന്നും അതിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം എല്ലാവരും ഈ സർക്കാർ പരിപാടികൾ, കേന്ദ്ര സർക്കാർ പരിപാടികളിൽ, അതുപോലെ ഗവർണർമാർ പങ്കെടുക്കുന്ന, രാഷ്ട്രപതി പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം, അതായത് വോക്കലായിട്ട് തന്നെ ആലപിക്കണം, വായ് കൊണ്ട് ആലപിക്കണം പാടണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശത്തെയാണ്, അതായത് വന്ദേമാതരം നമുക്കറിയാം 1937 കോൺഗ്രസിന്റെ AICC-യുടെ സമ്മേളനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഒരു പ്രമേയം കൊണ്ടുവന്ന് വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസ, ആ 2 ഖണ്ഡിക മാത്രം പാടിയാൽ മതി, ശേഷമുള്ള 4 വേണ്ട എന്ന ഒരു പ്രമേയം കൊണ്ടുവന്ന് അംഗീകാരം നേടിയത് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. അതിന് ജവഹർലാൽ നെഹ്റു കാരണം പറഞ്ഞത് കോൺഗ്രസ് ഒരു മതേതര സംഘടനയാണ്, ഇതിനകത്ത് ഈ വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 4 ഭാഗങ്ങൾ, ആദ്യത്തെ 2 ഖണ്ഡികകൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന 4 അത് മുസ്ലിം മതവിശ്വാസികൾക്ക് പാടാൻ ബുദ്ധിമുട്ടാണ്, അവരുടെ മതവിശ്വാസത്തിന് എതിരാണ്. നോക്കൂ, നെഹ്റു സ്വയം പറയുന്നത് ഞാനൊരു മതവിശ്വാസിയല്ല, മതങ്ങളെ ഒന്നിനെയും ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാണ്. അതേ നെഹ്റുവാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ജിന്നയുടെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടു, അതുകൊണ്ട് വന്ദേമാതരത്തിന്റെ ഈ അവസാന 4 ഖണ്ഡികകൾ ഒഴിവാക്കണം എന്ന പ്രമേയം കൊണ്ടുവന്നത്. ഈ ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് ഇത്ര കാലവും നമ്മുടെ നാട്ടിൽ തുടർന്നത് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. എന്തായാലും 1937 ആരംഭിച്ച ആ ഒരു രീതി, അത് നരേന്ദ്രമോദി സർക്കാർ ഈ വർഷം അത് ഒഴിവാക്കുകയും പൂർണ്ണമായിട്ടും ദേശീയ ഗീതം ആലപിക്കുകയും വേണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അത് ഗവർണറും രാഷ്ട്രപതിയും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ അത് ആലപിക്കുന്നുണ്ട്, നമുക്കത് അറിയാം. പക്ഷെ ഇതിനോട്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റപ്പോൾ ദേശീയ ഗാനം പാടുന്ന സമയത്ത് അതിനെ എതിർക്കാൻ ഇവിടെ ആളുണ്ടായി. ദേശീയ ഗാനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കണം എന്നുള്ളതാണ്. അറ്റൻഷനായി നിന്ന് തല ഉയർത്തിപ്പിടിച്ച്, ശിരസ് ഉയർത്തിപ്പിടിച്ച്, കുനിഞ്ഞു പോകാതെ ഉയർത്തിപ്പിടിച്ച് നിന്ന് നമ്മൾ ആദരിക്കണം എന്നതാണ് നമ്മുടെ ഭരണഘടനയിലടക്കം നമ്മുടെ നിയമ സംവിധാനത്തിൽ പറയുന്നത് അതാണ്. എന്നാൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ഈ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കാതെ അതിനെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇത് ദേശീയ ഗാനത്തെ ഞങ്ങൾക്ക് ആദരിക്കാൻ കഴിയില്ല, അത് ഞങ്ങളുടെ മതവിശ്വാസത്തിന് എതിരാണ് എന്ന് പറഞ്ഞ് ചിലർ രംഗത്ത് വരികയും ചെയ്തു. പക്ഷെ പതുക്കെ രാജ്യം മുഴുവനും ഒറ്റക്കെട്ടായി ദേശീയ ഗാനത്തെ ആദരിക്കുന്നതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നപ്പോൾ ഈ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ നിലച്ചു പോവുകയും പതുക്കെ എല്ലാവരും ദേശീയ ഗാനത്തെ ആദരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അതുപോലെ ഇപ്പോഴിതാ ദേശീയ ഗീതത്തെ പരിപൂർണമായിട്ടും പാടി അത് ആദരിക്കണം എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം വെച്ചപ്പോൾ അതിനെതിരെ രംഗത്ത് വരുന്നു.
ഇത് നമ്മുടെ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല സംഘടനകളുണ്ട്. അവരുടെ കൂടെ ഈ രാഷ്ട്രീയ ചായ്വ് കൂടി അതിന് വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവ വികാസമാണ് ഇത്. അല്ലാതെ മറ്റൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വളരെ ഈ പറഞ്ഞതുപോലെ വന്ദേ മാതരത്തെ കൂടുതൽ വിവാദമാക്കി അതിൽ നിന്ന് നഞ്ച് കലക്കി നട്ടുപിടിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഇത്തരം വർഗീയ എന്താ പറയുക നരേറ്റീവുകൾ, ആഖ്യാനങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് വന്ദേ മാതരത്തെ വർഗീയമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒക്കെ മുതലെടുക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൽ ഏറ്റവും വലിയ സങ്കടം ഈ ഇടതുപക്ഷത്തെ പോലെയുള്ള കക്ഷികൾ ഇതിൽ ഭാഗവാക്കാകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് കുടപിടിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് വന്ദേ മാതരത്തെ സമ്പൂർണമായി ആലപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നോട്ട് വന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം ബംഗാൾ വിഭജനത്തെ എങ്ങനെയാണ് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്ന് അവിടെ ജാതി മത വർഗ വർണ്ണ ഭേദങ്ങളൊന്നുമില്ലാതെ വന്ദേ മാതരം എന്ന മഹാമന്ത്രം പൂർണ്ണമായും ഉരുവിട്ടുകൊണ്ട് അതിശക്തമായി ബ്രിട്ടീഷുകാരന്റെ ഈ ഒരു ബംഗാൾ വിഭജനത്തെ നമ്മൾ എതിർത്ത് തോൽപ്പിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ആ ഒരു കാലത്ത് നിന്ന് നമ്മൾ വളരെയധികം അതപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പ്രശാന്ത്, അങ്ങനെ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രശാന്ത്, നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ CPM-നോട് പോപ്പുലർ ഫ്രണ്ട് കൂടുതൽ അടുക്കുന്നു എന്ന് തന്നെയാണ് അല്ലെ? ഒരു കാലത്ത് അവർ അതെ, മെഡ്സവിനെതിരെ ഒരു കാലത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പോൾ CPM-നുള്ളിലേക്ക് വളരെ വ്യക്തമായി അവർ നുഴയുക. കാരണം CPM-നെ കോഴിക്കോടക്കം ഇനി പിടിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തമായ നിലപാട്, ശക്തമായ പിന്തുണ, ശക്തമായ സാന്നിധ്യം വോട്ടുകൾക്കപ്പുറം അവർക്ക് ആവശ്യമാണ് അല്ലേ? അതിന് ചില കോൺഗ്രസ് നേതാക്കളും ഒത്താശ ചെയ്യുന്നു എന്നുള്ളതും കാണാതിരുന്നൂടാ. ചില കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇതുപോലെയുള്ള കൂട്ടായ്മകളെ, ഇതുപോലെയുള്ള പരിപാടികളെ സഹായിക്കുന്നു, പിന്തുണയ്ക്കുന്നു, അതിനോട് സഹകരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ജയന്തടക്കമുള്ള MLA-മാർ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ, എന്ത് കണ്ടിട്ടാണ് ഇത്തരത്തിൽ ദേശവിരുദ്ധമായ ഒരു നീക്കത്തിൽ നീങ്ങുന്നത് അറിയേണ്ടത്? മുസ്ലിം ലീഗ് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലീഗ് അല്ല നേരിട്ട് എതിർപ്പുമായിട്ട് വന്നിരിക്കുന്നത്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ മെക്സവൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ കൂട്ടായ്മകൾ ഇതൊക്കെ ചേർന്നുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതില് കുറച്ച് കോൺഗ്രസുകാരും ഒരുപക്ഷെ ലീഗിലെ ചില നേതാക്കളും ഒക്കെ സഹകരിക്കുന്നുണ്ടാവും. എന്തായാലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ്. ഇത് ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതിന്, ദേശീയ ഗീതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വാസ്തവത്തിൽ നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിലും അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനത്തിലും നമ്മൾ ദേശീയ ഗീതവും ദേശീയ ഗാനവും അത്യന്തം ആദരവോടുകൂടി ആലപിക്കുകയും നമ്മുടെ ദേശസ്നേഹത്തിലേക്ക്, ദേശസ്നേഹത്തിന്റെ ഒരു തീജ്വാല പോലെ കത്തിപ്പടരാൻ ഈ രണ്ട് ഗാനങ്ങളും നമ്മളെ അതിന് സഹായിക്കും. അതിലേക്ക് വേണ്ടി ഈ രണ്ട് ഗാനങ്ങളും വാസ്തവത്തിൽ നമ്മൾ ആലപിക്കേണ്ടതാണ് എന്ന് മാത്രമേ. ഞാൻ നേരത്തെ ചോദിക്കുന്ന ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. വന്ദേ മാതരം അവർക്ക് വളരെ സ്ഫുടമായി, വ്യക്തമായി, വോക്കലായി പാടാൻ ഈ 10,000 പേർക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഇത്തരമൊരു പ്രഹസനം? അല്ല, തീർച്ചയായിട്ടും നമുക്കിപ്പോ ഒരാള് ഞാൻ ഈ കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ പൗരന്മാർക്ക് പരിപൂർണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിൽ മറ്റൊന്നും നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇതിനെതിരെ പ്രതിഷേധിക്കാം, ഇതിനെതിരെ വന്ദേമാതരം പാടി നമുക്ക് പ്രതിഷേധിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇതിന്റെ ഉള്ളിൽ വിധ്വംസനത്തിന്റെ വിത്തുകൾ ഒളിഞ്ഞിരിക്കുന്നു. പണ്ട് നമ്മുടെ ഒന്ന് ആലോചിക്കണം, വന്ദേമാതരം നമ്മൾ വെട്ടിമുറിച്ചത് 1937. കൃത്യമായിട്ട് 10 വർഷം തികഞ്ഞപ്പോൾ നമ്മുടെ രാജ്യവും വെട്ടിമുറിക്കപ്പെട്ടു 1947. ഇതതുപോലെ ഒരു വിഭജന തന്ത്രമാണ് ഇവിടെ പയറ്റപ്പെടുന്നത്. ഇന്നൊരു ചെറിയ സമൂഹമാണ് അതിന് തയ്യാറായി വന്നിരിക്കുന്നതെങ്കിൽ, ഇതിനെ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ, ഇതിനെ നിരുത്സാഹപ്പെടുത്തിയില്ലെങ്കിൽ ഇത് ഭാവിയിൽ ഒരു വലിയ വിഭജനത്തിന്റെ അലയൊലികൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും വന്ദേമാതരം വിവാദത്തിനുള്ളതല്ല,
അത് നമ്മുടെ ദേശഭക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും. വന്ദേ മാതരം. വന്ദേ മാതരം.